അപ്പോൾ ഇന്നൊരു വ്ലോഗാണ്. ഇന്ന് പുറത്തിറങ്ങി 1-2 പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു മൂവിക്കൊക്കെ കയറിയാലോ എന്നുള്ള പ്ലാനിലാണ്. മൂവിക്ക് പോവാണ്. ലോകലിലെ മൂവി ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര റിവ്യൂസാണ് കാണുന്നത്. എനിക്കാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ല മൂവി കാണാനായിട്ട്. സോ ഐ തോട്ട് ഓഫ് ഇന്ന് എന്തായാലും പോയി കാണാം. നാളെ മുതൽ ബിസി ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ആ മൂവി പോയിട്ട് കാണാം. ഇപ്പോൾ കുറേ നാളായി മൂവിക്കൊക്കെ പോയിട്ട്. ആഫ്റ്റർ ഡെലിവറിൻ്റെ മുമ്പാണെങ്കിൽ കുറച്ച് ആയിട്ട് മൂവിക്കൊക്കെ പോയിട്ട്. അപ്പം എനിവേ OTT റിലീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് എന്തായാലും മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഇത് കാണണമെന്ന് വാശിയായിരുന്നു. ടിക്കറ്റ് കിട്ടുമെന്ന് പോലും അറിയില്ല കേട്ടോ. ഇന്ന് മൺഡേ ആണ്. അപ്പം വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. പിന്നെ സ്കൂളൊക്കെ പൂട്ടിയതായത് കൊണ്ട് അറിയില്ല. എനിവേ നമ്മൾ പോവാണ്. ഐസ് ബേബി ഒരു ഫംഗ്ഷന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് അങ്ങോട്ട് പോയിട്ടാണുള്ളത്. ഞാൻ ഇവരെ നാട് കാണിച്ചിട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ഭയങ്കര രസമാട്ടോ കാണാൻ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്, പക്ഷേ കഴിയാറില്ല. എനിവേ ഇപ്പോൾ ഉള്ളത് കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ഉള്ളൊരു പുഴക്കാണ് കേട്ടോ, കാണിച്ചു തരാം. നല്ല രസമായിട്ടത് കാണാൻ. ആൾക്കാരൊക്കെ ഉണ്ട് അതിന് പരിപാടി കഴിഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ ഐസിനെയും കൂട്ടി വരുന്നുണ്ട്. ഹലോ ഗൈസ്, ഐസി വന്നേ. അപ്പൊ നമ്മളെങ്ങോട്ടേ പോകുന്ന ഐസി? പയ്യന്നൂരിലേക്ക്. എന്തിനാ പോകുന്ന ഐസി? എന്തിനു കരയുന്ന മോന്? ഐസിന്റെ വാച്ച് അവിടെ എന്താണ് പരിപാടിക്ക് പോയി അവിടെ വെച്ച് മറന്നുപോയി. അതിന് ഐസേബി കരയുന്നു. മറന്നുപോയി. നമുക്ക് പോയിട്ട് എടുക്കാലോ. ഓക്കെ, ഗുഡ് ബോയ് ആയിട്ട് ചിരിച്ചേ എടുക്കാറില്ല. ചിരിക്ക് സ്മൈൽ. അങ്ങനെ പയ്യന്നൂർ എത്താനായപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വീണ്ടും നാട്ടിലോട്ട് പോകേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വരാൻ നിൽക്കുമ്പോൾ അസിൻ്റെ ബ്രദറും ഫാമിലിയും അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് പയ്യന്നൂരിലേക്ക് പോയി കേട്ടോ. അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനാണ്. അപ്പോൾ അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് 2 പേർക്കും സെയിം ഡോക്ടറായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. പക്ഷേ ആ ഡോക്ടർ ആ സമയത്ത് അവിടെ അല്ല, വേറെ ക്ലിനിക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനുകളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളി. നമ്മൾ തിയേറ്ററിലെത്തി. ടിക്കറ്റ് കിട്ടുമെന്നറിയില്ല, നോ ഐഡിയ. 7:30 ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഷോന് കയറാനൊന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് 7:30 ഷോനാണ് നമ്മൾ കയറാൻ ഉദ്ദേശിച്ചത്. 4:30 എന്തായാലും നമുക്ക് കിട്ടൂല. ഇവിടെ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ നമ്മൾ 7:30 നമ്മൾ ഇവിടെ വന്നിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാനാണ് പ്ലാൻ. വേറെ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലൊന്ന് പോകാനുണ്ട്. സെക്യൂരിറ്റി ഒരു ടീഷർട്ട് അത് ചെറിയൊരു ഡാമേജാണ്. ഡാമേജ് പീസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ സോ അതൊന്ന് കൊടുക്കണം. അപ്പം അങ്ങനെ ആണ് വിചാരിക്കുന്നത്. ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ലോക ഫുള്ളാണെന്നാണ് പറയുന്നത്. 7:30 ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ 4:30 എന്തായാലും ഫുള്ളാണ്. നമ്മൾ എത്തുമ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ 5 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ബസ്സിൽ പോയിട്ട് ടിക്കറ്റ് നോക്കാൻ വണ്ടി കയറി അങ്ങനെ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അവിടെ 7:30 ടിക്കറ്റ് ഉള്ള ഗൈസ്. അപ്പം നമ്മൾ വേറൊരു തിയേറ്ററിനോട് ഈ 2 തിയേറ്ററിലാണ് റണ്ണിങ് അയച്ചുള്ളത്. സോ നമ്മൾ അടുത്ത തിയേറ്ററിലോട്ട് വന്നിട്ട് ഇപ്പോൾ ടിക്കറ്റ് കിട്ടുമോ എന്നപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കിട്ടുമെന്ന് യാതൊരു ഉറപ്പും കിട്ടുള്ളൂ. മൂടാക്കി അങ്ങനെ ഇറക്കണം.
അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ്, കിട്ടി അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി. ഈ അസി ഉണ്ടല്ലോ, ഈ ചില ആണുങ്ങളെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ ഹൃദയപ്രവാഹം നല്ല പടം കിട്ടണത്. ഫഹദിന്റെ എന്റെ ഫാഫിന്റെ പടമുണ്ട്, ഏതാ അറിയോ? ഓടും കുതിര ചാടും കുതിര. എന്റെ ഫേവറേറ്റ് ആക്ടറാണ് ഫഹദ് ഫാസിൽ, കട്ട ഫാനാണ് ഞാൻ ഫഹദിന്റെ. പക്ഷെ ഫഹദിന്റെ ആ മൂവിക്ക് ഫഹദിന്റെ ആ മൂവി പക്ഷെ ഫഹദിന്റെ മൂവി ഒന്നും ഞാൻ മിസ് ചെയ്യാണ്ട് കാണാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ലോക കണ്ടിട്ട് ഇനി ബാക്കി ഏതും ഞാൻ കാണും. നമുക്ക് ടിക്കറ്റ് കിട്ടില്ല സി, നമുക്ക് മൂന്നാമത്തെ ഇതിലാണ് റോളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, മൂവി കാണാനില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി എന്താ അടുത്ത പ്ലാൻ? ഇനി സ്റ്റുഡിയോ പോയിട്ട് അസിന്റെ ടീഷർട്ട് ചേഞ്ച് ചെയ്യണം അല്ലേ? സ്റ്റുഡിയോ പോയിട്ട് അസിന്റെ ടീഷർട്ട് ചേഞ്ച് ചെയ്യണം. ഞാൻ അന്ന് വിചാരിച്ച സ്റ്റുഡിയോന്ന് എനിക്ക് മറ്റേ ബോഡി വാഷ് എടുത്തിട്ടുണ്ട്, പക്ഷെ എടുത്തിട്ടില്ല. ഞാനല്ലല്ലോ ചെയ്തത്, നമ്മള് വാങ്ങി കൊടുക്കുമ്പോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവും. ഇതൊക്കെ ഞാനിടും. സ്റ്റുഡിയോ പോയിട്ട് ഇവര് കുറേ പർച്ചേസ്, ഞാനൊരു സാധനം വാങ്ങിയിട്ടില്ല കേട്ടോ. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒന്നും പറ്റൂല. അങ്ങനെ ഞാൻ ആകെ വാങ്ങിയത് ഒരു ചെരുപ്പാണ്, അതും 199 ചെരുപ്പ്. ഫസ്റ്റ് പോയ അന്ന് ആ ചെരുപ്പിന് 299 കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഡേന്റെ 31st എന്ത് സെയിൽ അവസാനിക്കും. അതിന്റെ തലേ ദിവസം നമ്മൾ പോയ സമയത്ത് 199 ആ ചപ്പൽ കിട്ടി. എന്നിട്ട് അതെടുത്തിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോ 199 കൂടെ ഒന്ന് വാങ്ങിയാല് ഒന്ന് ഫ്രീ. അപ്പൊ 200 രൂപയ്ക്ക് ഞാൻ 2 ചെരുപ്പ് വാങ്ങി. അത് അടിപൊളി ക്വാളിറ്റി ഉള്ള ചെരുപ്പ്, അതിൽ ഒന്നാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പറയാൻ എനിക്കൊന്നും വാങ്ങി തരണം. കണ്ടോ, നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഹസ്ബൻഡ്? മെൻഷൻ ചെയ്യൂരോ, കമന്റ് ചെയ്യൂ. അപ്പം നിന്റെ അസി അങ്ങനെ ഡ്രസ്സ് വാങ്ങി തന്നിട്ടോ ഗിഫ്റ്റ് തന്നിട്ടൊന്നും അങ്ങനെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളേ അല്ല കേട്ടോ. ചില ഹസ്ബൻഡ് ഉണ്ടാവും അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം വാങ്ങി തന്നിട്ടും അല്ലെങ്കിൽ ഓരോന്ന് കാണിച്ചിട്ടൊക്കെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന. പക്ഷെ അസി അങ്ങനെ കൂട്ടത്തിലുള്ള ഒരാളേ അല്ല. കണ്ട മുഖം കണ്ടല്ലോ, കണ്ട ഫുള്ള് കണ്ട സീനാക്കിട്ട് തിരിക്കലൊക്കെ അങ്ങോട്ട് നോക്കിയ മാസ തിരിക്കലൊക്കെയാണ് എന്റെ മോണ. കണ്ടോ ഇനി വന്നത് ബാക്കി നമ്മൾ ആ ടീഷർട്ട് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി പറയാം. അപ്പം അസി ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയാ എന്നുള്ളത് ഞാൻ എനിക്ക് പറഞ്ഞു തരാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഗൈസ് എന്നെ കൂട്ടാവാതെ പോയി ഗൈസ്. കണ്ടോ പോകുന്നത്? ഞാൻ വന്നാൽ എന്തെങ്കിലും മേടിക്കുന്നു വിചാരിച്ചിട്ട് എന്റെ അടുത്ത് വണ്ടിയിലിരിക്കാൻ പറഞ്ഞിട്ട് എന്നെ കൂട്ടാണ്ടാണ് അസി പോയിട്ടുള്ളത്. സാരമില്ല, പോയാലും ഞാൻ അങ്ങനെ സ്റ്റുഡിയോന്ന് ഞാൻ അങ്ങനെ ഒന്നും മേടിക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് ഡ്രസ്സുകളൊന്നും എനിക്കങ്ങനെ ചില സമയത്ത് ഡ്രസ്സ് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇഷ്ടപ്പെടും, പക്ഷെ ആ ടൈമിൽ ഞാനത് ഇങ്ങനെ മേടിക്കാൻ ലിസ്റ്റിൽ കയറുന്നതായിരിക്കില്ല. ഇഷ്ടപ്പെടും, പക്ഷെ ആ ടൈമിൽ മേടിക്കൂല. പക്ഷെ ഞാൻ അധികം സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫുഡ് വെയേഴ്സ് ആണ്. ചപ്പല്, മറ്റേ റബ്ബർ ടൈപ്പൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, നല്ല അഫോർഡബിളും ആണ്. അങ്ങനെ ഞാൻ ചെരുപ്പാണ് അധികം മേടിക്കാറുള്ളത്. പിന്നെ ഇപ്പം സെയിൽ എന്നാലാറ്റോ കഴിഞ്ഞത്, അതുകൊണ്ടാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. നല്ലൊരു കളർ ഗ്രീൻ കളറൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നുണ്ട്. എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പോകില്ല. ഞാൻ എന്താ കൺട്രോൾ യുവർ സെൽഫ്, കൺട്രോൾ. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുഴപ്പമില്ല, നമ്മൾ മൂവിക്ക് ടിക്കറ്റ് കിട്ടിയല്ലോ, ആ ഒരു സമാധാനത്തിൽ നമുക്ക് ഇരിക്കാം. എൻ്റെ ഈസൽ എന്താക്കുന്നത് ഇപ്പൊ സമയം ഒരു 5:15 ഒക്കെ ആണ് കേട്ടോ ടൈം ആയിട്ടുള്ളത്. നല്ല മഴക്ക് നല്ലൊരു പാട്ട് കേൾക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല മഴ കേട്ടോ, അടിപൊളി മഴ. അപ്പോൾ ഈ മഴത്ത് നല്ലൊരു സോങ് ഒക്കെ പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്യാം. പക്ഷെ എൻ്റെ ഫോണിൽ ഇപ്പോൾ വീഡിയോ നമ്മൾ പോസ് ചെയ്യാൻ വരും. സോ ഞാൻ പ്ലേ ചെയ്യാൻ FM എന്തെങ്കിലും
FM എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ റേഡിയോയിൽ? ചില സമയത്ത് നമ്മൾ റേഡിയോയിൽ കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമുക്കൊന്ന് വെച്ച് നോക്കാം. റേഡിയോ നമ്മളെ പറ്റിച്ച് സ്റ്റുഡിയോ പോയിട്ട് ഇനി നിർബന്ധി. അപ്പം നമുക്ക് ഒരു 1 hour 1.5 hour നമുക്ക് ഇനിയും ടൈം ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വൈപ്പർ ചേഞ്ച് വൈപ്പർ ചേഞ്ച് ചെയ്യാൻ തന്നെ നമ്മൾ അപ്പം വൈപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ വന്നിട്ടുള്ളത്? ഏസാൽ ഒരു വർക്ക്ഷോപ്പിൽ വന്ന് എങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കോളും ഏകദേശം. ഇപ്പം എൻ്റെ ലിപ്സ്റ്റിക്കും എൻ്റെ ഷോളും ഏകദേശം ഒരേ കളർ പോലെ യെസ് അപ്പം ഇങ്ങനെയാണ്. ഈ കുറച്ച് നേരം പോസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ കുടിക്കുമ്പോഴും വീണ്ടും കുറച്ചുകൂടി ടൈം കിട്ടും. അപ്പം മിക്കവാറും ഇന്നത്തെ ഹോസ്പിറ്റൽ പോക്ക് നടക്കലുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണുള്ളത്. നല്ല ഉറക്കാണ്. ഹൈസി ബേബി, ഞാനും ഹൈസി ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. നമ്മുടെ കളേഴ്സ് ഒക്കെ അങ്ങോട്ടും സെയിം കോമ്പിനേഷൻ വരുന്നുണ്ടാവും. ഒന്നുമില്ല കാറ്റില് പിശ ചിരിക്കൂല അപ്പോൾ ഇവിടുന്ന് നല്ലൊരു പിസയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് മാക്സിലോട്ടാണ്. അവിടെ നിന്ന് 2nd ഫ്ലോറിലാണ് മാക്സ് വരുന്നത്. അപ്പം അവിടെ പോയിട്ട് ഹൈസിക്ക് ഒരു ചപ്പൽ വാങ്ങിയിട്ട് അവൻ്റെ ഷൂസ് മാറ്റിയിട്ട് എന്നിട്ട് ചപ്പലിട്ട് കൊടുത്ത് അപ്പോൾ അസി വണ്ടി എടുക്കാൻ പോയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ മാക്സിന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7:20 7:25 ഒക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. തിയേറ്ററിൽ 7:30 ആകുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. അപ്പം ഒരു ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുന്നതൊക്കെ തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ട്, ഹൗസ്ഫുള്ളാണ്. ഫ്രണ്ടിൽ നിന്ന് പോലീസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് അതായത് 1st സെപ്റ്റംബറാണ്, അതായത് മൺഡേ. ഒരു 4 ദിവസം റിലീസായിട്ടൊരു 4 ദിവസം കഴിഞ്ഞിട്ട് 5th ഡേ ആയിട്ടോ ഞങ്ങൾ പോകുന്നത്. പാർക്കിംഗ് കുറച്ച് സീനായിരുന്നു, കുറച്ച് അധികം ദൂരത്തായിട്ട് പാർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് ഷോ തുടങ്ങുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ഓടിയിട്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ എത്തിയത് തന്നെ. മൂവി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാട്ട് പടപടേന്നുള്ള ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഹേസലിന് ആ ഒരു സൗണ്ടിൽ ഹേസലിന് എട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഷോൾ എടുത്തിട്ട് ഫുൾ കവർ ചെയ്തിട്ടാട്ടോ ഞാൻ ഹേസലിന് നിർത്തിയത്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെഡിയായി. ഗൈസ് അങ്ങനെ നമ്മൾ മൂവി കണ്ടില്ല.
ഐസി എങ്ങനെയുണ്ട് മൂവി? സൂപ്പർ മൂവിയിലെ അടിപൊളി മൂവി. നമ്മള് തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ആ സൂപ്പർ തന്നെ. ബേബിയും കണ്ടിട്ടോ. ഷബിലല്ലേ? ആ സൂപ്പർ. ആ സൂപ്പർ. ഓക്കെ, ഇത് പറയട്ടോ. അടിപൊളി മൂവി. തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. നമ്മൾ OTT റിലീസിൽ വന്നിട്ട് കാണാലോ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ശരിക്കും മിസ് ചെയ്യും. അത്ര അടിപൊളി മൂവിയാണ്. ഇപ്പൊ ഇതാ ഐസി ബേബിക്ക് എന്താ വേണ്ട, എന്ത് വേണമെന്ന് പറഞ്ഞ ഐസി ബേബി? പോപ്കോൺ. യെസ്, പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഇതാ കാണൂല, ലൈറ്റ് ഓഫ് ചെയ്താൽ. പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ലൈറ്റ് ഇടും. ലൈറ്റ് ഓൺ ചെയ്യും. പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പപ്പ പോപ്കോൺ വാങ്ങാൻ വേണ്ടി പോയതാണ്. പപ്പ പോപ്കോൺ വാങ്ങിയിട്ട് ഇപ്പം വരും. ഐസിക്ക് പുതിയ ചപ്പലൊക്കെ വാങ്ങിട്ടോ ഗൈസ്. പപ്പ ഇതാ പോപ്കോൺ ആയിട്ട് വരുന്നു. പോപ്കോൺ വാങ്ങിയിട്ടല്ല, തിന്നിട്ട് വരുന്നു, കഴിച്ചുകൊണ്ട് വരുന്നു. യെസ്, പോപ്കോൺ. 2 പോപ്കോൺ രണ്ടാളും തിന്ന് തീർത്തത്. മൂന്നാമത്താണിത്. ഞാന് ബേബി ഉള്ളതുകൊണ്ട് എനിക്ക് പോപ്കോണും ഇല്ല, 7up ഇല്ല. അപ്പ മൂവി എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട് മോളുഷേ? പടം രക്ഷയില്ല. തിയേറ്റർ കണ്ടില്ലെങ്കിൽ ശരിക്കും മിസ്സിങ് അല്ലേ? ഞാൻ പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ രണ്ടാളും മിസ്സാവേണം. ഞാൻ ഫോണിൽ കാണാന്ന് പറഞ്ഞതാ. ഷോർട്ട് റിലീസ് ഡേറ്റ് ഒക്കെ വന്നെന്ന് തോന്നുന്നു. പക്ഷെ തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അടിപൊളി പടം. ഐസി ബേബി എന്റെ മോളെല്ലാം നോക്കിയിരിക്കുന്നു. ഏജിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് വരെ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ മൂവി ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ. സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളി അല്ലേ? ഐസി മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ മൂവി. ഐസി ഒന്ന് ഉറങ്ങ വരെ ചെയ്തിട്ട് ഫുൾ ഫിനിഷ് ആക്കി കണ്ടല്ലോ ഐസി. ഞാൻ അടുത്ത പോപ്കോൺ തന്നു. അങ്ങനെ മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട്. കാരണം നല്ല കിട്ടുള്ള മൂവി. എനിക്ക് പറയാനുള്ളത്, കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ അത് വൻ മിസ്സിങ് ആയിരിക്കും. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ മൂവിയൊക്കെ കണ്ട് അത്രയും ഹാപ്പി ആയിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.